അടുത്ത വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട്. തീർത്തും നമ്മുടെ ബോട്ടണിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ സാമൂഹ്യ പ്രാധാന്യമുള്ള വേറൊരു വിഷയത്തിലേക്കാണ് പോകുന്നത്. ഈ ചാതുർവർണ്ണ്യം നമുക്കറിയാവുന്നതുപോലെ ഒരു പഴഞ്ചൻ സംഭവമാണ്. പക്ഷേ അത് എങ്ങനെ മോഡേൺ ആകുന്നു, ആ ഒരു പാരഡോക്സാണ് അവതരിപ്പിക്കുന്നത് അടുത്ത പ്രഭാഷകൻ ഡോക്ടർ പ്രസന്നൻ. പ്രൊഫൈൽ പ്ലീസ്. ഡോക്ടർ പ്രസന്നൻ ഓസ്ട്രേലിയയിൽ താമസമാക്കിയ മലയാളി. അന്ധവിശ്വാസങ്ങൾക്കും അശാസ്ത്രീയ കാഴ്ചപ്പാടുകൾക്കും എതിരെയുള്ള നിരന്തര പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വം. എസൻഷ്യ 2018 വേദിയിൽ മോഡേൺ ചാതുർവർണ്ണ്യം എന്ന പ്രസന്റേഷനുമായി നമുക്ക് മുന്നിലെത്തുന്നു ഡോക്ടർ പ്രസന്നൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അവധി ദിവസമാണ്, മാത്രമല്ല ഒരു ആഘോഷത്തിൻ്റെ മാനസികാവസ്ഥയുമാണ്. അത്തരമൊരവസ്ഥയിൽ ഇത്തരമൊരു സംഭാഷണ പരമ്പര സശ്രദ്ധം കേൾക്കുന്ന ഒരു സദസ്സിന് മുമ്പിൽ സംസാരിക്കുക എന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന ഈ പരിപാടിയുടെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഈ മോഡേൺ ചാതുർവർണ്ണ്യം അഥവാ ന്യൂജൻ കാലത്തെ തൊഴിൽ വിശേഷങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയം ഞാൻ എടുക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, നമ്മൾ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഒരു ജോലിക്കായിട്ട് പോകുമ്പോൾ, കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഓസ്ട്രേലിയയിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ കണ്ടറിയുന്നതിനേക്കാൾ അല്ലെങ്കിൽ കേട്ടറിയുന്നതിനേക്കാൾ തീവ്രമായിരിക്കും നമ്മൾ അനുഭവിച്ചറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ആ ഒരു അറിവ് ഉണ്ടാവുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നമ്മുടെ ദേശത്ത് നടക്കുന്ന കാര്യങ്ങളെ ഒന്ന് പുനഃപരിശോധിക്കുകയും ആ പുനഃപരിശോധനയുടെ ആ ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണോ, ആ വ്യവസ്ഥിതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തുകയും ആ ഒരു ബോധ്യം അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഈ മോഡേൺ ചാതുർവർണ്ണ്യം എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാലങ്ങളായിട്ട് നവമാധ്യമ രംഗത്ത് വളരെയധികം പങ്കുവയ്ക്കപ്പെട്ട ഒരു തമാശ നമുക്ക് ഒന്ന് കാണാം. ഇത് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, അവിടുത്തുകാരനായിട്ടുള്ളൊരു ഡോക്ടർ, അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ശനിയാഴ്ച ദിവസം, ഈ ശനിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരു അവധി ദിവസമാണ്. ഏകദേശം ഒരു വൈകുന്നേരം 7-8 മണിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ ഒരു പ്ലംബിംഗ് പ്രോബ്ലം, ഒരു ചെറിയ വാട്ടർ ലീക്ക് ഉണ്ടാകുന്നു. ഈ 6-7 മണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രവൃത്തി സമയമല്ല അവിടെ. അപ്പോൾ ഇതൊരു പ്രവൃത്തി ദിനവുമല്ല, പ്രവൃത്തി സമയവുമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്ലംബിംഗ് സേവനങ്ങൾ കൊടുക്കുന്ന ഒരു അടിയന്തര സമയത്ത് സേവനങ്ങൾ കൊടുക്കുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെടുകയും ആ കമ്പനി ഒരു പ്ലംബറെ അയച്ചു കൊടുക്കുകയും ചെയ്തു. ആ പ്ലംബർ വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം വെച്ച് വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്തു. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല അതിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട്. അങ്ങനെ പ്രശ്നം പരിഹരിച്ച് പോകുമ്പോൾ അയാളോട് ചോദിച്ചു, എത്രയാണ് ഇതിൻ്റെ നിങ്ങളുടെ പ്രതിഫലം എന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു $300 എന്ന് പറഞ്ഞു. $300 എന്ന് പറഞ്ഞാൽ 300 × 50 ഇന്നത്തെ അവസ്ഥ. $300 ഓസ്ട്രേലിയയിൽ തന്നെ ഒരു വലിയ സംഖ്യയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഐ നെവർ ഗോട്ട് $300 ഫോർ 5 minutes ജോബ് എന്ന്. എനിക്കൊരിക്കലും $300 5 മിനിറ്റ് ജോലിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന പ്ലംബർ പറഞ്ഞു, നൈദർ മീ വെൻ ഐ വാസ് എ ഡോക്ടർ. എനിക്കും കിട്ടിയിട്ടില്ല ഞാനൊരു ഡോക്ടറായിരിക്കുന്ന സമയത്തുനിന്ന്. ഈ തമാശ ഞാൻ പറയുന്നത് ഓസ്ട്രേലിയയിലെ പ്ലംബേഴ്സ് എല്ലാം അവിടുത്തെ ഡോക്ടേഴ്സിനേക്കാൾ വരുമാനമുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. 2 തൊഴിലുകൾ തമ്മിലുള്ള ആശയവിനിമയ സാധ്യത, അതുപോലെ തന്നെ ഒരു തൊഴിലിൽ നിന്ന് മറ്റൊരു തൊഴിലിലേക്ക് മാറാനുള്ള അവിടെയുള്ള അവസ്ഥ, ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്, ആ ഒരു പശ്ചാത്തലത്തിൽ ഈ തമാശ എടുത്താൽ മതി. ഇനി എന്താണ് ചാതുർവർണ്ണ്യം? നിങ്ങളിലെല്ലാവർക്കും അറിയാം ചാതുർവർണ്ണ്യം എന്തായിരുന്നു എന്നുള്ളത്. അത് വളരെ ആദിമകാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വളരെ ബോധപൂർവം നടപ്പാക്കിയ ഒരു പ്രക്രിയയാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. ചില തൊഴിലുകൾ ചില പ്രത്യേക ജനവിഭാഗത്തിൻ്റേതാണെന്നും അത് പരമ്പരാഗതമായി അവർ തന്നെ ചെയ്യേണ്ടതാണെന്നും അത്തരം തൊഴിലുകൾ അവർ ചെയ്യുന്നത് കൊണ്ട് അത് ശ്രേഷ്ഠമാണെന്നും ഉള്ള ഒരു സാമൂഹിക അവസ്ഥ.
അത്തരം തൊഴിലുകൾ അവർ ചെയ്യുന്നത് കൊണ്ട് ആ ശ്രേഷ്ഠ തൊഴിലുകൾ ചെയ്യുന്നവർ സവർണരായും അത്തരം തൊഴിലുകളല്ലാതെ ചെയ്യുന്നവർ അവർണരായും സമൂഹത്തിൽ വേർതിരിക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു ഈ ചാതുർവർണ്ണ്യം, വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ ചാതുർവർണ്ണ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അത് ആദിമകാലത്ത് ഉണ്ടായിരുന്ന അത്രയും രൂക്ഷമായ രീതിയിൽ, ചിലപ്പോൾ ഇന്ത്യയുടെ ചില പ്രദേശത്ത് അത് അതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ടാകാം. പക്ഷെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു അത് വളരെ സബ്റ്റിലായിട്ട്, അവിടെ പ്രത്യക്ഷത്തിലില്ലെങ്കിലും അതിൻ്റെ ഒരു അണ്ടർ കറണ്ട്, അതൊരു പശ്ചാത്തലത്തിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് എന്താണ് ഈ ചാതുർവർണ്ണ്യത്തിൻ്റെ പ്രതിഫലനങ്ങൾ എന്ന സമൂഹത്തിൽ നിന്ന് പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു വളരെ രസകരമായൊരവസ്ഥ ഞാൻ പറയാം. ഇപ്പം അതിൻ്റെ ഒരു ചില ശേഷിപ്പുകൾ, ഈ തിരുശേഷിപ്പല്ല കേട്ടോ, അവശേഷിപ്പുകൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. അതിലൊന്നാണ് ഇസാർ എന്നു വിളിയുടെ ഒരു കാത്തിരിപ്പ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ചേട്ട, മാഷെ അല്ലെങ്കിൽ അമ്മാവ, അങ്കിൾ എന്നൊക്കെ വിളിക്കുന്ന, സ്നേഹപൂർവ്വം വിളിക്കുന്ന സാറല്ല. ഈ പ്രോട്ടോകോൾ അടിസ്ഥാനത്തിൽ അത് ഞാൻ അധികാര ശ്രേണിയിൽ മുന്നിൽ നിൽക്കുന്നുവെന്നും അല്ലെങ്കിൽ മേൽപന്തിയിൽ നിൽക്കുന്നുവെന്നും നീ അധികാരസന്ധിയിൽ താഴെ നിൽക്കുന്നുവെന്നും നിരന്തരമായി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അഭിസംബോധന രീതിയെയാണ് ഞാൻ സാറെന്ന് ഉദ്ദേശിച്ചത്. ഇത് ഈ സാറെന്നുള്ള വിളി സാമൂഹികമായിട്ട് പരിഷ്കരിക്കപ്പെട്ട പല സമൂഹത്തിലും ഇത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു രസകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ, എവിടെയൊക്കെ കോളനികൾ ഉണ്ടായിട്ടുണ്ടോ ഈ കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ അധിനിവേശക്കാർ വന്നെത്തുന്ന സ്ഥലത്തുള്ള ജനങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ അത്ര മിടുക്കരല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഭിസംബോധനയാണ് ഈ സാർ. അപ്പോൾ സ്ലേവ് ഐ റിമൈൻ എന്നാണ് ഒരു ലേഖനത്തിൽ ഞാൻ ഈ സാറിൻ്റെ ഫുൾ ഫോം, അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് കണ്ടത്. അപ്പോൾ എപ്പോഴും നീ ഒരു അടിമയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു സമ്പ്രദായത്തെയാണ് ഈ സാർ എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ അതിശക്തമായ രാജ്യമാണ് അമേരിക്ക, അതിനേക്കാൾ ശക്തനാണ് അവിടുത്തെ പ്രസിഡന്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രസിഡന്റിനെ ഇപ്പോൾ സാറെന്നാരും വിളിക്കാറില്ല, മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരം റെമനൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തൊഴിലുകളുടെ ഒരു വേർതിരിവിനെ, സാമൂഹ്യമായ വേർതിരിവിനെ നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരം സാമൂഹ്യ സൂചനകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഒരുപാട് തൊഴിലുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതിലെ പല തൊഴിലുകളും ചെയ്യുന്നവർ അൺഓർഗനൈസ്ഡ് ആണ്, അവരൊരു സംഘടിതമായിട്ടുള്ളൊരു ഗ്രൂപ്പേ അല്ല. അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് പല തെളിവുകളും ഉണ്ടായിരിക്കാം. പക്ഷെ അവരെന്ത് ജോലി ചെയ്യുന്നെന്നോ ആ ജോലിക്ക് അവരുടെ പ്രാവീണ്യം എന്തെന്നോ അത് സാമൂഹ്യമായതിൻ്റെ സ്വീകാര്യത എന്താണെന്നോ എന്നുള്ളതിനുള്ള ഒരു സ്ഥിതിവിവരക്കണക്കുകളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ നമുക്കൊരുപാടുണ്ട്, ട്രേഡ് യൂണിയനുകൾ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തൊഴിലുകളുടെ സ്വീകാര്യത, തൊഴിലാളി അനുഭവിക്കുന്ന ഉച്ചനീചത്വങ്ങൾ, ഇതിലെത്രമാത്രം അവർ അതിനെപ്പറ്റി ബോധവാന്മാരാണ്, അതിനെത്രമാത്രം അത് സാമൂഹ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സ്ലൈഡ് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ എസൻസ് മെൽബണിൻ്റെ ഒരു സജീവ പ്രവർത്തകനായ ജോർജ് എനിക്ക് കാരശ്ശേരി മാഷിൻ്റെ ഒരു പ്രസംഗം അയച്ചു തരുന്നത്. കാരശ്ശേരി മാഷ് ഭാഷാഭൂഷണിയിൽ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ, ഈ കായികമായിട്ടുള്ള തീവ്രമായ ഇടപെടലുകൾ ആവശ്യമായ തൊഴിലുകളൊക്കെ അധമമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, കായികമായിട്ടൊരു ഇടപെടൽ വേണമെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളും കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടണം. അപ്പോൾ അത്തരം ഉണ്ടായിരുന്ന ഒരു ആർഷഭാരത സംസ്കാരത്ത് വിദേശ ശക്തികൾക്കും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, തൊഴിലുകളെ പരസ്പരം ബഹുമാനിക്കുകയും തൊഴിലിൻ്റെ സ്വീകാര്യതയെ അതിൻ്റേതായ രീതിയിൽ ഏറ്റെടുക്കുകയും ചെയ്യാത്ത ഒരു സമൂഹത്തിൽ വൈദേശിക ശക്തികൾക്ക് വരുവാനും അതിപ്പോൾ ഗാർഹികമായിട്ടുള്ള ശക്തികൾക്ക് പോലും അടക്കി ഭരിക്കുവാൻ വളരെ എളുപ്പമാണ്. കാരണം ആ അടിമത്ത ബോധം ഉണ്ടാക്കുവാൻ വളരെ എളുപ്പമാണ് തൊഴിലുകളെ പരസ്പര ബഹുമാനമില്ലാത്ത ഒരു സമൂഹത്തിന്. കാരശ്ശേരി മാഷ് അത് പറഞ്ഞു നിർത്തുന്നതും വളരെ രസകരമായിട്ടുള്ള ഒരു ഉദ്ധരണിയിലൂടെയാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന വാഷിങ്ടൻ്റെ ഒരു ഉദ്ധരണി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കൽപ്പണിക്കാരൻ കല്ലുകൾ വളരെ മനോഹരമായി അടക്കി വെച്ചുകൊണ്ട് കൽപ്പണിയിൽ വൈദഗ്ധ്യം കാണിക്കുന്ന ഒരു കൽപ്പണിക്കാരൻ വാക്കുകളെ വളരെ
മനോഹരമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ ആസ്വാദനത്തിൻ്റെ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കവി. ഈ കൽപ്പണിക്കാരനും കവിക്കും ഒരുപോലെ സ്ഥാനം കിട്ടാത്ത ഒരു സമൂഹം മാറ്റങ്ങൾക്ക് വിധേയമാകാനും സാമൂഹ്യപരമായ ഉന്നതി കൈവരിക്കാനും അതൊരു വളരെ തടസ്സമായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരശ്ശേരി മാഷ് ആ പ്രസംഗം അവസാനിപ്പിച്ചത്. ഞാനത് ഇപ്പോഴെടുത്തു പറയാൻ കാരണം എൻ്റെ വിഷയത്തിന് വളരെ പ്രസക്തമായിരുന്നു ആ പ്രസംഗം. അതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള സമയക്കുറവ് കൊണ്ട് ഞാനതിൻ്റെ ഒരു സമ്മറി മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഇനി വേറൊന്ന് എന്ന് പറയുന്നത്, ഈ സമൂഹത്തിലെ വൈജാത്യം എന്ന് പറയുന്നത് അതൊരു അനിവാര്യതയാണ്. വൈജാത്യം എപ്പോഴും സമൂഹത്തിലുണ്ടായിരിക്കും. പക്ഷെ വൈജാത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ വൈവിധ്യങ്ങളായിരിക്കണം. ആ വൈവിധ്യങ്ങളുടെ ഗുണപരമായിട്ടുള്ള അവസ്ഥയായിരിക്കണം സാമൂഹ്യപരമായ. അത് ഹെട്രോജിനിറ്റി ഇൻ സൊസൈറ്റി ഈസ് കോൾഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അത് സാമൂഹ്യമായ വേർതിരിവുകൾ, ഈ ഹയറാർക്കിയൽ ഡോമിനൻസ് എന്ന് പറയും, അധികാര ശ്രേണിയുടെ ഒരു പ്രാമുഖ്യം അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ഒരു ആധിപത്യമായിരിക്കരുത് ഒരു സമൂഹത്തിൻ്റെ വേർതിരിവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഏതു രീതിയിലുള്ള സാമൂഹ്യ ഘടനയുടെയും പ്രഭവ കേന്ദ്രം, അതിൻ്റെ ഒരു സ്രോതസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവം നോക്കിപ്പോയാൽ അവസാനമായി എത്തി നിൽക്കുന്നത് അതിൻ്റെ ആദിമകാലത്തുണ്ടായ ജാതി അധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യവസ്ഥയുടെ തുടർച്ചയായിട്ടാണ് ഇതിൻ്റെ എല്ലാ വേർതിരിവുകളുടെയും അവസാനം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും സാമൂഹ്യമായിട്ടുള്ളൊരു മാറ്റത്തിന്, അത് തൊഴിൽ മേഖലയിലായാലും, ഈ ഉച്ചനീചത്വങ്ങൾ മാറ്റണമെന്ന് വിചാരിച്ച് ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് തടസ്സം നിൽക്കുന്നത് ഇതിൻ്റെ വളരെ റൂട്ട്, അതിൻ്റെ വേരുകൾ നിൽക്കുന്നത് ഇപ്പോഴും ഈ ജാതീയമായിട്ടുള്ള വേർതിരിവുകളിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇതിനെ ഒരു കണ്ണു തുറപ്പിക്കൽ, ഒരു ഐ ഓപ്പണറായിട്ട് വന്നത് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ പ്രളയം സംഭവിച്ചപ്പോൾ നമുക്കറിയാം, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളുടെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലുകളായിരുന്നു വളരെ ആൾനഷ്ടത്തിനും ധനനഷ്ടത്തിനും, എത്രയോ ആൾനഷ്ടത്തിനും ധനനഷ്ടത്തിനും ഉണ്ടാകേണ്ടിയിരുന്ന സ്ഥാനത്ത് അത് തടഞ്ഞത് അവരുടെ ഒരു ഇടപെടലുകളായിരുന്നു. എങ്ങനെയാണ് മത്സ്യബന്ധന തൊഴിലാളികൾ ഈ പ്രളയകാലത്ത് ഇടപെട്ടത്? അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി അവരാർജിച്ച ഒരു സാങ്കേതിക വൈദഗ്ധ്യമുണ്ട്. ഈ സാങ്കേതിക വൈദഗ്ധ്യമാണ് അവർ ഈ പ്രളയകാലത്ത് ജനങ്ങളെയും സ്വത്തും രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. പക്ഷേ ഈ പ്രളയം വരുന്നത് വരെ നമ്മൾ ആ തൊഴിലിൽ ഉണ്ടായിരുന്ന സാങ്കേതിക വൈദഗ്ധ്യത്തെ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി എനിക്ക് തോന്നുന്നത് ഒരു പ്രളയം ഉണ്ടാകുന്നത് വരെ ഒരുപക്ഷെ നമ്മളിനി അത് ഓർമ്മിക്കുകയുമില്ല. അത് എന്താണ് കാരണമെങ്കിൽ ഈ തൊഴിലിനോടുള്ള നമ്മുടെ ഒരു മനോഭാവമാണ്, ഈ സാമൂഹ്യ മനോഭാവമാണ് അതിൽ അടങ്ങിയിരിക്കുന്ന സാങ്കേതിക മേന്മയെയും അതിലടങ്ങിയിരിക്കുന്ന സാങ്കേതിക വൈദഗ്ധ്യത്തെയും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ ഈ പല തൊഴിലുകളിലും അവരറിഞ്ഞോ അറിയാതെയോ വിപുലീകരിക്കപ്പെടുന്ന ആ സാങ്കേതികമായിട്ടുള്ള കഴിവുകളെ മറ്റു പല മേഖലകളിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിന് നമുക്ക് കഴിയാതെ പോകുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം നമുക്ക് ഈ അധികാര ശ്രേണിയുടെ ഈ വിടവ്, ഈ ഗ്യാപ്പ് ഇല്ലാതാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു അല്ലേ, ഈ നിലനിൽക്കുന്നത് അവസ്ഥയുടെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷെ പലപ്പോഴും കാരണങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരം അവസ്ഥയ്ക്ക് എന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ? ആ ഒരു പരിഹാര മാർഗങ്ങളാണ് ഇനി നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. ഒരു തൊഴിലിനെ സ്വീകരിക്കുന്നവനും ആ തൊഴിലിൻ്റെ സേവനത്തെ സ്വീകരിക്കുന്നവനും ആ തൊഴിൽ ചെയ്യുന്നവനും ഒരു പരസ്പരമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അത് തൊഴിൽ ചെയ്യുന്നവനൊരു ആത്മവിശ്വാസം ഉണ്ടാകണം, ആ സേവനം സ്വീകരിക്കുന്നവന് അത് ഒരു ബഹുമാനീയമായിട്ടുള്ള ഒരു സ്വീകാര്യത ഉറപ്പുവരുത്താനും കഴിയണം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് കടകളിലോ അല്ലെങ്കിൽ ഷോപ്പുകളിലോ ശ്രമിക്കുന്നത് ഇത് ആ രാജ്യത്ത് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു കടയിൽ പോയാൽ അത് മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വിറ്റുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്, ഞാനൊരു സ്വദേശീവൽക്കരണത്തിൻ്റെ വക്താവല്ല, പക്ഷേ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മെയ്ഡ് ഇൻ ആ രാജ്യത്താണെന്ന് അവർ കണ്ടു കഴിഞ്ഞാൽ അതിന് പിന്നിലുള്ള ജോലി, അതിന് പിന്നിലുള്ള തൊഴിൽ, അതിന് പിന്നിൽ ജോലി ചെയ്തിരിക്കുന്ന ആളുകൾ അവരുടെ സാങ്കേതിക മേന്മയും കഴിവുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന ഒരു സാമൂഹ്യ അവസ്ഥ അവിടെയുണ്ട്.
അതുകൊണ്ടാണ് അവിടെ ഉണ്ടാക്കിയ സാധനങ്ങൾക്ക് ആ രാജ്യത്ത് സ്വീകാര്യത കിട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടല്ല ഇത് പറയുന്നത്. ഈ അതിന് പിന്നിലുള്ള തൊഴിലധിഷ്ഠിതമായിട്ടുള്ള അവസ്ഥയുടെ ഒരു ആദരണീയമായിട്ടുള്ള ഒരു സ്വീകാര്യതയാണ് ഈ ഒരു രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്ക് ആ സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കുന്നത്. അപ്പോൾ അതാണ് ആ അവസ്ഥയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ പല വിദേശ രാജ്യത്തും പല തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കും. ഇപ്പോൾ ആരോഗ്യരംഗത്ത് ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ രംഗത്തെ കാര്യം പറയാൻ കഴിയും. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ആരോഗ്യരംഗത്തെ എല്ലാ സാങ്കേതിക വിദഗ്ധർക്കും അവർക്ക് അവരുടെ യോഗ്യത പരിശോധിക്കാനും ആ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനും ഒരു ഏജൻസി ഉണ്ട്. ഉദാഹരണമായിട്ട് ആ ഏജൻസിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പൊതുജനത്തിന് അവൈലബിൾ ആണ്, അവർക്ക് ലഭ്യമാണ്. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ യോഗ്യത എന്താണ്, എൻ്റെ തൊഴിൽ രംഗത്ത് ഞാൻ എന്തെങ്കിലും അതിന് വിരുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ടോ, എന്നെ എപ്പോഴെങ്കിലും അതിനു വേണ്ടി ശിക്ഷിച്ചിട്ടുണ്ടോ, അതൊരു വാണിംഗ് ആയാൽ പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ജനങ്ങൾക്കറിയാനായിട്ടുള്ള ഒരു സംവിധാനം അവിടെയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഉള്ള ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് എന്നൊരു ബോധ്യം എൻ്റെ തൊഴിലിനോടുള്ള ഒരു മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ സേവനം ലഭ്യമാകുന്ന ആളുകൾക്ക് എന്നെ തിരഞ്ഞെടുക്കണോ എന്ന് തീരുമാനിക്കാനുള്ളൊരവസ്ഥയുണ്ടാകുന്നു. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട അത് കാലനഷ്ടമോ അല്ലെങ്കിൽ പണച്ചെലവോ ഇല്ലാതെ സാധിക്കുന്നു എന്നുള്ളത് അത്തരമൊരവസ്ഥ ഉണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്. ഉദാഹരണമായിട്ട് ഈ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ കാണുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു മരുന്ന് ഷോപ്പിൽ പോയിട്ട് മരുന്ന് മേടിക്കാൻ നിൽക്കുന്നു. ആ മരുന്ന് എടുത്തു കൊടുക്കുന്ന ആൾ അദ്ദേഹം ഇപ്പോൾ ഒരു ഫാർമസി ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളാവണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ ചിലപ്പോൾ ഒരാഴ്ച മുമ്പ് അദ്ദേഹം പലചരക്ക് കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുത്തിരുന്ന ആളായിരിക്കും. പലചരക്ക് കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നത് ഒരു മോശം കാര്യമല്ല. പക്ഷേ അതിൻ്റെ പരിശീലനവും മരുന്ന് ഷോപ്പിൽ മരുന്ന് എടുത്തു കൊടുക്കേണ്ട പരിശീലനവും വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിശീലനം കിട്ടിയിട്ടാണ് അദ്ദേഹം വരുന്നതെങ്കിൽ അത് അദ്ദേഹത്തിനുണ്ടാകുന്ന ആത്മവിശ്വാസവും ആ സേവനം സ്വീകരിക്കുന്ന അവരിലുണ്ടാകുന്ന ഒരു വിശ്വാസവും അങ്ങനെയാണ് നമ്മൾ തൊഴിലിനോടുള്ള നമ്മുടെ മനോഭാവം മാറ്റിയെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഓരോ തൊഴിലും അതിൻ്റെ ആവശ്യകത എന്താണ്, അതിനാവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങളാണോ അതിനുള്ള ആളുകളെയാണോ നമ്മൾ സൃഷ്ടിച്ചു വിടുന്നത് എന്നുള്ളൊരു പരിശോധന. ഇത് രണ്ടുമാണ് അടിസ്ഥാനപരമായിട്ട് നമുക്കുണ്ടാകേണ്ടത് എന്ന് തോന്നുന്നു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വിഷയത്തോട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ വളരെ കുറച്ചൊരു മാറിപ്പോകുന്നതിൻ്റെ കാരണം 2006 മുതൽ 2012 വരെയും 2012 മുതൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും തൊഴിലിൻ്റെ ഒരു സ്വഭാവം മാറി വരികയാണ്. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എത്രയോ തൊഴിലുകളുടെ ഒരു സംയോജനമാണ് സംഭവിക്കുന്നത്. അതും എവിടെ നിന്നും ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും നമുക്ക് സ്വീകരിക്കാവുന്ന ലഭ്യമാകുന്ന രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശസ്ത്രക്രിയ വിദഗ്ധരുടെ നിരന്തരമായ ഇടപെടലുകളില്ലാതെ ശസ്ത്രക്രിയ ചെയ്യാവുന്ന സംവിധാനം റോബോട്ടുകൾ വരുന്നു. അതുപോലെ തന്നെ ഡ്രൈവർ നിരന്തരമായ ശ്രദ്ധ ആവശ്യമില്ലാത്ത കാറുകൾ, ഓട്ടോണമസ് കാറുകൾ വരുന്നു. അപ്പോൾ തൊഴിലിൻ്റെ സ്വഭാവവും തൊഴിലിൻ്റെ അതിനുവേണ്ട ഒരു വൈദഗ്ധ്യവും മാറി വരികയാണ്. ഇത്തരം ആധുനിക കാലത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ സജ്ജരാകേണ്ടതുണ്ട്. ആ സജ്ജരാകുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഈ തൊഴിലിനോടുള്ള നമ്മുടെ മനോഭാവം മാറേണ്ടത്. ഇനി വേറൊരു പ്രത്യേകത നമുക്കറിയാം, കോർപ്പറേറ്റുകളുടെ ഒരു മേഖലയുണ്ട്, മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒരു മേഖലയുണ്ട്. അവിടുത്തെ തൊഴിലാളികളുടെ ഒരു പ്രത്യേകതയുണ്ട്. അതിനെയാണ് ഇപ്പോൾ ബ്ലൂ വേൾഡ് എന്ന് പറഞ്ഞറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ആപ്പിൾ അല്ലെങ്കിൽ ഗൂഗിൾ എന്നിവ പോലുള്ള വൻകിട കമ്പനിക്കാർക്ക് സാങ്കേതിക വിദ്യ എത്തിച്ചു കൊടുക്കുന്ന ചെറിയ ചെറിയ നെറ്റ്വർക്കുകളുണ്ട്. അതിലെ ജോലികളും അതിലെ തൊഴിലുകളും അതിൻ്റെ വൈദഗ്ധ്യവും വ്യത്യസ്തമാണ്. അതാണ് ഇന്ന് ഓറഞ്ച് വേൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഈ ശാസ്ത്രീയമായും വ്യാവസായികമായും ഉണ്ടായിട്ടുള്ള പുരോഗതി അടിസ്ഥാന ജനവിഭാഗത്തിനും പരിസ്ഥിതിക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്താം, പല ജനവിഭാഗങ്ങളുടെയും പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടി ഈ ശാസ്ത്രീയ സാമ്പത്തിക അല്ലെങ്കിൽ വ്യാവസായിക പുരോഗതി എങ്ങനെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ അവയുണ്ടാക്കുന്നൊരു സംഘർഷങ്ങൾ. അപ്പോൾ ഈ ഗ്രീൻ വേൾഡ് എന്നാണ് ഈ പരിസ്ഥിതിയെയും അടിസ്ഥാന ജനവിഭാഗത്തിനെയും കുറിച്ച് ഈ പുരോഗതിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നവരുടെ ഒരു ലോകത്തിനെയാണ് ഗ്രീൻ വേൾഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഓറഞ്ച് വേൾഡിൻ്റെയും ബ്ലൂ വേൾഡിൻ്റെയും ഗ്രീൻ വേൾഡിൻ്റെയും അവ തമ്മിലുള്ളൊരു സംഘർഷവും സമരസപ്പെടലും സംയോജനവുമായിരിക്കും ഇനിയുള്ള തലമുറ അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ തന്നെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളോട് ഒരു സമൂഹം സജ്ജമാകുന്നത് അവിടുത്തെ അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങളും തെറ്റായ മനോഭാവങ്ങൾ ശരിയായി കൊണ്ടുവരുന്നതിലൂടെയുമാണ്. ഈ ഒരു വിഷയമാണ്, ഈ ബോധ്യമാണ് ഞാനിതുവരെ നിങ്ങളുമായി പങ്കുവച്ചത്. ഇത്രയും നേരം വളരെ ശ്രദ്ധയോടുകൂടി എൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you so much, Dr. Prasannan. I would like to invite Mr. Pramod Erumattur from Essence Kottayam for presenting the memento to Dr. Prasannan. Sir, please.